നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എനിക്ക് നോട്ട് ചെയ്യാനുള്ളതാണ്, എക്സ്പെക്ട് ദ ചേഞ്ചസ് ഓഫ് ടോപ്പിക്. നമ്മളിപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണെങ്കിലും ക്യൂ കാർഡിലാണെങ്കിലും അവിടെയാണ് എക്സാമിനേഴ്സിന് നമ്മുടെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും എല്ലാ തരത്തിലുള്ള ടെൻഷനൊക്കെ നമ്മളെ ആസ് എ പേഴ്സൺ അസസ് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മളോടൊരു ചോദ്യം ചോദിച്ചു, പ്രത്യേകിച്ച് ഒരു ടെക്നോളജിയെ പറ്റിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് ആൻസർ പറയുന്നു. ആൻസർ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച വൊക്കാബുലറി ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റോൾ ചെയ്ത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനത്തെ വേർഡ്സ് ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ മൊമെൻറ്റിൽ അവർ ടോപ്പിക്ക് മാറ്റും. അപ്പോൾ ചില എക്സാമിനേഴ്സ് അവർ നമുക്ക് ക്ലൂ തരും. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട്, ഓക്കെ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു അബൌട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു വട്ടയ്ക്ക് നമുക്കൊരു ക്ലൂ തരുള്ളൂ. എല്ലാ പ്രാവശ്യവും ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ക്ലൂ തരുമെന്ന് കരുതരുത്. പക്ഷെ ചില സമയത്ത് ക്ലൂ തരും, ചില സമയത്ത് ക്ലൂവേ തരില്ല. ഞാനിങ്ങനെ ടെക്നോളജിയുമായി നല്ല അടിപൊളിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് അവർ ചോദിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവലിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി പറ്റിയിട്ടായിരിക്കും. ഒരു ബന്ധമില്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മൾ ആകെ സ്റ്റണ്ടായി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ പ്രതീക്ഷിച്ചോ ടോപ്പിക് അവർ ചേഞ്ച് ചെയ്തിരിക്കും. അത് ഫസ്റ്റ് പാർട്ടിലാണെങ്കിലും ശരി, ക്യൂ ഫോളോ അപ്പിലാണെങ്കിലും ശരി. അപ്പം ചില കുട്ടികൾ നമ്മൾ സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ല സ്മൂത്തായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ വേറൊരു ചോദ്യത്തിലോട് ചോദിക്കുമ്പോൾ അവർ ഈ ആൻസർ പറയുന്നത് നേരത്തെ അവർ പറഞ്ഞ് നിർത്തിയ ആൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ എക്സാമിനേഴ്സ് അവർ ഒന്നും കൂടി ചോദ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവർ ഓൾറെഡി ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ട ഒരു ടെസ്റ്റാണ് സ്പീക്കിംഗ്. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ പാടില്ല. മേ ബി എക്സാമിന് മൈ ബി ലുക്കിംഗ് അറ്റ് ദി വിൻഡോ ഔട്ട്സൈഡ്, പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവരിയ്ക്കുന്ന സ്ഥലത്ത് ഒത്തിരി അവർ ഡിസ്ട്രാക്ഷൻസ് കാണിക്കും. ഐ സ്റ്റിൽ റിമെമ്പർ വൺസ് ഐ അറ്റൻഡ് മൈ എക്സാമിനേഷൻ ആൻഡ് ഇറ്റ് വാസ് അബൌട്ട് 5 o'clock. ഐ വാസ് ദ ലാസ്റ്റ് കാൻഡിഡേറ്റ്. ഞാനിങ്ങനെ സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്തും ഈ ലേഡിയുടെ ബാഗ് പാക്ക് ചെയ്യുന്നു, AC ഓഫ് ആക്കുന്നു, കൂട്ടുന്നു, കുറയ്ക്കുന്നു, മേശയൊക്കെ ഇരിക്കുന്ന ടേബിളെല്ലാം അടുക്ക് പറിക്കുന്നു. അപ്പം ഐ വാസ് അവെയർ ദാറ്റ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇങ്ങനെ ഞാൻ ഭയങ്കര പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡായി. ഈ ലേഡി എനിക്ക് ഫേസ് ചെയ്യുന്നില്ല, ഇവരെന്തൊക്കെയോ ഭയങ്കര കാര്യങ്ങളിൽ വ്യാപൃതയായിട്ടിരിക്കുന്നു, എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള പല ആക്ഷൻസും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് അൺഫോർച്യൂൺ സിറ്റുവേഷൻ വന്നാലും നമ്മളവിടെ റെഡി ആയിരിക്കണം. ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ടോപ്പിക്ക് ചേഞ്ച് ചെയ്യും, ഇൻട്രപ്ഷൻ വരും, ഇങ്ങനെയുള്ള സകല ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായാലും നമ്മൾ പറയുന്നതിൽ വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിനെയെല്ലാം സർമൗണ്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. നെക്സ്റ്റ് ടിപ്പ് ഈസ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ടൈപ്പ് ആൻഡ് ടെൻസ്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് അതിനുള്ള ആൻസർ ആയിരിക്കണം. നിങ്ങളവിടെ പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പോയ സ്ഥലം ഇവിടെയാണ്, അവിടെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഒരിക്കലും പറയരുത്. പോയിട്ടുണ്ടോ ഇല്ലയോ അത് ആദ്യമേ പറയാം. യെസ് ഓർ നോ. യെസ്, ഞാൻ പോയിട്ടുണ്ട്. യെസ്, ഐ ഹാവ് ബീൻ ദേർ. ഹാവ് യു എവർ ബീൻ ടു another ഫോറിൻ കൺട്രി? അപ്പോൾ ഞാൻ പറയും യെസ്, ഐ ഹാവ് ബീൻ. ഇതിനകത്തും ഒരു കാര്യമുണ്ട്. അവർ ചോദിക്കുന്ന ടെൻസ്. അവരെന്നോട് ചോദിച്ചത് ഹാവ് യു എവർ ബീൻ എന്നാണ്. അപ്പോൾ എന്നോട് ചോദിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഞാനപ്പോൾ ഒരിക്കലും പറയരുത് ഐ വെൻറ്റ് ദേർ എന്നൊരിക്കലും പറയരുത്. ഞാൻ പറയേണ്ടത് യെസ്, ഐ ഹവ് ബീൻ ദേർ ഇൻ UK എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒത്തിരി അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ആദ്യത്തെ സെൻറ്റൻസ് അവർ പറയുന്ന ആ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടെൻസിൽ തന്നെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്കനുസരിച്ച് ആ ഒരു ടെൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പോ മാറ്റാം. പക്ഷേ ആദ്യത്തെ സെൻറ്റൻസ് എപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യത്തിനും അതുപോലെ തന്നെ ടെൻസിനും അതുപോലെ ആയിരിക്കണം തിരിച്ചു പറയേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ്, പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് അവർ പറയുന്ന ചോദ്യം മനസ്സിലായില്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു വേർഡ് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പല കുട്ടികളും നമ്മളുടെ അടുത്ത് വരുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് തിരിച്ച് അവരോട് ചോദിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി യു ക്യാൻ ആസ്ക്. ഈ ലോകത്തുള്ള എല്ലാ വേർഡും അറിഞ്ഞിട്ടും ആർക്കും IELTS എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല. അപ്പോൾ എനിക്കുണ്ടായിരുന്ന അനുഭവം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പറയാം. എക്സാമിനർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനകത്ത് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ വേർഡ് നിങ്ങൾ കേട്ടില്ല എന്ന് വെക്കുക, കേട്ടില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചോദിക്കാം, മാം ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ വേർഡ്, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, കുഡ് യു റിപ്പീറ്റ് വൺസ് അഗെയിൻ എന്ന് ചോദിച്ചാൽ അവർ ആ വേർഡ് തന്നെ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ വേർഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, മാം ഐ ഡിഡ്ന്റ് ഹിയർ ദാറ്റ് വേർഡ് പ്രോപ്പർലി, കുഡ് യു
ആസ്ക് മീ വൺസ് മോർ എന്ന് പറയാം. ഇത് ഒരു തരത്തിൽ പറയേണ്ടതാണ്. ഇനി ചില വേർഡുകൾ അവർ ചോദിക്കും, നമുക്ക് അർത്ഥമേ അറിയില്ല. അവരൊന്നല്ല 10 തവണ റിപ്പീറ്റ് ചെയ്താലും എനിക്ക് ആ വേർഡിൻ്റെ അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരോട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പറയരുത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ പറയണം? Ma'am, I didn't understand the meaning of that particular word. Could you explain me a little bit? Could you give me an explanation in 2 or 3 words? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അല്ലാതെ ഗസ് വർക്കിൽ ഒരിക്കലും ആൻസർ പറയരുത്. ബിക്കോസ് ഗസ് ചെയ്യുമ്പോൾ അത് ഒത്തിരി മിസ്റ്റേക്കിലോട്ട് പോകും, നിങ്ങളുടെ മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളത് അറിയാതെ ഊഹത്തിൽ ആൻസർ പറയരുത്. യു ഹാവ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആസ്ക് ദം ഫോർ ദ ക്ലാരിഫിക്കേഷൻ. ബട്ട് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആണോ മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ അത് കേട്ടിട്ടില്ല എന്നുള്ളതാണോ, എനിക്ക് ആ വീടിൻ്റെ മീനിങ്, ഫോർ എക്സാമ്പിൾ നെപ്പോട്ടിസം എന്നുള്ള വേടൊക്കെ നമ്മൾ ചില കുട്ടികൾ പറയുമ്പോൾ അയ്യോ അതെനിക്ക് അറിയില്ല എന്ന് പറയും. സ്വജനപക്ഷപാതം അത് പറഞ്ഞാലും മനസ്സിലാവില്ല. നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക്, റിലേറ്റീവ്സ് ആയവർക്ക് ഫേവറബിൾ ആയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലായെങ്കിൽ നമുക്ക് ചോദിക്കാം. യു ഹാവ് ദ ഫ്രീഡം ടു ആസ്ക് ദം. അവരത് എക്സ്പ്ലെയിൻ, അതിനകത്ത് അവർ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുമല്ലോ, അതിന് ചോദിക്കാൻ പാടില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ ആസ്ക് ദം ഫ്രീലി. ദേ ഹാവ് ദ റൈറ്റ് ആൻഡ് ദേ വിൽ ഗിവ് യു ദി ആൻസേഴ്സ്. അതിനകത്ത് ഒരു പ്രശ്നവും കരുതേണ്ട കാര്യമില്ല. മൈ നെക്സ്റ്റ് ടിപ്പ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് എ പോസ്റ്റർ. നമ്മൾ സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല എങ്ങനെയൊക്കെ ഇരിക്കണം, നമ്മളത് ഇരിക്കുന്ന വിധം നമ്മുടെ ടെസ്റ്റിനെ ബാധിക്കുമോ, അതൊക്കെ പല കുട്ടികളും ചോദിക്കുന്ന കാര്യമാണ്. നമ്മൾ എക്സാമിന് ഇതിനൊരു ഡ്രസ് കോഡൊന്നുമില്ല. പല കുട്ടികളും ബോയ്സൊക്കെ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി മുടിയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ മുടി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് മുടി വെട്ടിക്കളയണോ, അങ്ങനെയൊന്നും ചെയ്യണ്ട. നിങ്ങളതിന് ഫോർമൽ സൂട്ട് ഇടണോ, അങ്ങനെ ഒരു ഡ്രസ് കോഡ് ഇതിനെ ഇല്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കുക. ഇനി ഇതിനു വേണ്ടി പുതിയൊരു ഡ്രസ്സ് ഇട്ടിട്ട് ആ നേരത്തൊരു ബുദ്ധിമുട്ട് കാണിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ഏറ്റവും ഇട്ട് പഴകിയ കംഫർട്ടബിൾ ആയൊരു ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. ഒത്തിരി ബോയ്സ് ആണെങ്കിലും ഒത്തിരി ഒച്ചയുണ്ടാക്കുന്ന ബൂട്ടുകളോ അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിലും ഷൂസോ അങ്ങനെയുള്ള ഷാർപ്പ് പോയിൻറ്റഡ് ഷൂസോ അങ്ങനെയൊന്നും ഇടാതിരിക്കുക. ബിക്കോസ് എക്സാമിനേഷൻ ഹാൾ ആ ഒരു എൻറ്റയർ ഫ്ലോർ ഭയങ്കര കാമായിരിക്കും. നിങ്ങൾ മൂലം അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മുടി നീട്ടി വളർത്ത് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അത് ജസ്റ്റ് ബാക്കിലേക്ക് ഒരു പോണി ടെയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ചൊന്ന് ബാക്കിലോട്ടൊന്ന് വകഞ്ഞ് വെച്ചാൽ നല്ലതാണ്. ഷോളൊക്കെ ഇടുന്നവർ അതൊക്കെ നീറ്റായി വെക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ആ ഇട്ടിരിക്കുന്ന വസ്ത്രധാരണം നമ്മൾക്കും അത് കാണുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാവരുത്. അത്രയേ അതിനകത്ത് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. വെൻ ഐ കം ടു പോസ്റ്റർ, നമുക്ക് ഒരു ആംറസ്റ്റ് ഇല്ലാത്ത ചെയർ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എക്സാമിനറിൻ്റെ മുന്നിൽ ഒരു ചെറിയ ടേബിൾ ഉണ്ടായിരിക്കും, അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ ചെയർ ഇടുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി ഹാവിങ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഒരിക്കലും ഈ ടേബിളിനോട് ചേർത്തായിരിക്കില്ല നമ്മൾ ചെയർ ഇട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് തോന്നുകയാണ് എനിക്ക് ക്യൂ കാർഡ് സമയത്ത് പ്രിപ്പയർ ചെയ്യണമല്ലോ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് 2 കൈയും ടേബിളിൽ വെച്ചാലേ എനിക്ക് കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു വാശി പിടിക്കാൻ പാടില്ല. ആ കസേര ഇട്ടിടത്ത് നിന്ന് മാറ്റാൻ പാടില്ല. നമ്മൾ ഇരിക്കുമ്പം ചിലവർ ചെന്ന് ആ കസേര ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ കസേര വലിച്ച് മുന്നോട്ട് നീക്കുക, ബാക്കിലേക്ക് വലിക്കുക. അൺനെസസറി ആയിട്ടുള്ള നോയ്സ് ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എപ്പോഴും എക്സാമിനറിനെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളവിടെ ചെന്ന് കാമായിട്ട് കാണുമ്പോൾ തന്നെ അവരെ വിഷ് ചെയ്യുക, കംഫർട്ടബിൾ ആയിട്ട് ആ സീറ്റിൽ നമ്മളോട് പറയും, അവർ സിറ്റ് ഡൗൺ എന്ന് പറയും, നമ്മൾ അവിടെ ഇരിക്കും, ഒരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ ആംറസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കൈ രണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയില്ല പല കുട്ടികൾക്കും. അപ്പോൾ ഏറ്റവും കൺവീനിയൻറ്റ് കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 കൈയും ഈ തൈയിൽ റെസ്റ്റ് ചെയ്യാൻ വിടുക എന്ന് കരുതി ഞാൻ ഈ 2 കൈയും ഗ്ലൂ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റെസ്റ്റ്, അത്രയേ ഉള്ളൂ. ഈ 2 കൈയും ചിലർ കൂട്ടിപ്പിടിക്കുന്ന ഒരു ശീലമുണ്ട്. കൂട്ടിപ്പിടിക്കുമ്പോൾ ഈ കൈ അറിയാതെ റബ്ബ് ചെയ്യുക, ഇങ്ങനെ പയ്യെ കൈയൊക്കെ ഒന്ന് പൊട്ടിക്കുക, ഈ നെഗം നമ്മളിങ്ങനെ കാണിക്കുക. ഇതൊക്കെ നമുക്ക് ടെൻസ്ഡ് ആകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ബോഡി കാണിക്കുന്ന റിഫ്ലെക്സ് ആക്ഷൻസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്നും ചെയ്യരുത്. അത് ഇല്ലാതിരിക്കാനാണ് ഈ 2 കൈയും ഒരിക്കലും അടുത്ത് വരരുത്. നമ്മുടെ തൈയിൽ റെസ്റ്റ് ചെയ്യുക. നമ്മളൊരിക്കലും നമ്മൾ ഇരിക്കുന്ന കസാരയിൽ ബാക്കിലോട്ട് കംപ്ലീറ്റ്ലി ചാഞ്ഞിരിക്കരുത്. നമ്മളുടെ ഹിപ്പ് പോർഷൻ മാത്രം ഈ കസാരയിൽ മുട്ടിയിരിക്കുക. ബാക്കി അവിടെ നിന്ന് അപ്പർ പോർഷൻ നമ്മളൊന്ന് ലീൻ ഫോർവേഡായിരിക്കുക. എന്നാൽ മാത്രമേ ഈ എക്സാമിനർ പറയുന്നത് ഞാൻ ഒത്തിരി ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ റെഡിയാണ് എന്നുള്ളൊരു, അതൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ചാരി ഇരിക്കുമ്പോൾ ആ എക്സാമിനറിന് തോന്നുമോ ഇയാൾക്ക് എന്തൊക്കെ അറിയാമെന്നുള്ള ഭാവമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ടായിരിക്കും ചാരി ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ബോഡി ആക്ഷൻ അവർക്ക് മനസ്സിലാവുന്നത് ഇയാൾ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്, ഇയാൾക്ക് എന്തൊക്കെ അറിയാമെന്നുള്ള ഭാവമാണ്, ബിഗ് ഹെഡഡ് ആണ് എന്ന് അവർ നമ്മളെ അങ്ങ് അസ്യൂം ചെയ്ത് കളയും. അതുകൊണ്ട് എപ്പോഴും ഇരിക്കുമ്പം
നമ്മളിങ്ങനെ മുന്നോട്ടൊന്ന് ആഞ്ഞിരിക്കുക, മേശയിൽ തൊട്ട് മുന്നിൽ ഇട്ടിരിക്കുന്ന മേശയിലേക്ക് കൈ വെക്കരുത്, നമ്മുടെ തൈയിൽ തന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വിടുക. ഇനി നമ്മൾ എന്തെങ്കിലും കൈ എടുക്കുമ്പോൾ, അപ്പോൾ മിസ്സ് പറഞ്ഞത് 2 കൈ റെസ്റ്റ് ചെയ്യണം, അന്ന് ഇനി കൈ അവിടെ നിന്ന് എടുക്കരുത്, അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും നമ്മുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ജെനുവിനാണെന്ന് തോന്നിക്കാൻ വേണ്ടി ഈ കൈ നമ്മളെപ്പോഴും, ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ പുട്ട് മൈ ഹാൻഡ്സ് ഓൺ മൈ ചെസ്റ്റ്, അതങ്ങനെ കാണിക്കാം. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ കൈ എടുക്കുക, തിരിച്ച് അവിടെ തന്നെ വെക്കുക. ഇനി നമുക്ക് ക്യൂ കാർഡിൻ്റെ സമയത്ത് നമ്മൾക്ക് മേശയിലോട്ട് എത്തുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും, അവിടെ വെച്ചുകൊണ്ട് എഴുതാം. അതിങ്ങനെ മടിയിൽ വെച്ച് എഴുതാൻ പറ്റാതെ അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ് അവിടെ കാണിക്കരുത്. ആകെ 1 മിനിറ്റ് നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. ആ സമയത്ത് ആ ഒരു ടേബിളിൽ വെച്ച് എഴുതാൻ ശ്രമിക്കുക. ടേബിളിലേക്ക് ലീൻ ചെയ്ത് കിടക്കരുത്, ബാക്കിലോട്ടും ലീൻ ചെയ്യാൻ പാടുള്ളതല്ല. അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഇൻ ബിറ്റ്വീൻ ദ സ്പീക്കിംഗ്. നമ്മൾ സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് എക്സാമിനറിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. അത് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അവരെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ചില എക്സാമിനേഴ്സ്, എൻ്റെ സ്റ്റുഡൻസ് ഷെയർ ചെയ്ത കാര്യമാണ്, വലിയ പൊട്ടൊക്കെ തൊട്ട് ചന്ദനൊക്കെ വരച്ച് നമുക്ക് അവരുടെ ആ ഒരു പൊട്ടിലോട്ട് നോക്കാൻ തോന്നും. ചില ലേഡീസ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിനൊക്കെ വരുന്നവർ മുടി കളർ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പിയേഴ്സിങ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. മുടി കളർ ചെയ്തതിന് മുടിയിലോട്ട് നോക്കും, അല്ലെങ്കിൽ നെറ്റിയിലോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ അതൊരിക്കലും നമ്മൾ വേറെ എവിടെയും നമ്മുടെ ശ്രദ്ധ പോകാം. ഇനി അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു ടൈറ്റ് ഡ്രസ്സാണ്, സ്പെഷ്യലി ലേഡിയാണ്, ടൈറ്റ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ്, ഒരു ജെൻറ്റിൽമാൻ ആണെങ്കിൽ ഒരു ബ്രാൻഡഡ് ഷർട്ടാണ്, അലൻസോയുടെ ഷർട്ടാണ്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ആ ബ്രാൻഡിലേക്ക് നോക്കി. അങ്ങനെ ഒരിക്കലും കഴുത്തിന് താഴെ നിങ്ങളുടെ കണ്ണ് പോകാനേ പാടില്ല. 2 കണ്ണിലേക്ക് നോക്കി നിങ്ങൾ സംസാരിക്കണം. ഒരു കണ്ണിൽ നോക്കി നിങ്ങൾക്ക് കണ്ണ് കളച്ചു എന്നുണ്ടെങ്കിൽ അടുത്ത കണ്ണിലോട്ട് നോക്കുക. എന്നിട്ടും അങ്ങനെ ഓൾട്ടർനേറ്റ് ഗേസ് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മടുത്തെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലിംസ് ഒന്ന് പുറത്തേക്ക് നോക്കിയിട്ട് തിരിച്ച് നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കണം. ഐ കോണ്ടാക്ട് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അവർക്ക് നമ്മളെപ്പറ്റി നല്ലൊരു ഇമ്പ്രസീവ് ആവാൻ വേണ്ടിയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ലെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ കാണാതെ പഠിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടെൻസ്ഡ് ആണ്. ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജ് നിങ്ങൾ അറ്റ്മോസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്പീക്കിംഗ് അത് തുടക്കം മുതലേ ശ്രദ്ധിക്കണം. അവസാന സമയത്ത് എക്സാമിനേഷൻ ഹാളിൽ ചെന്നിരുന്നിട്ടല്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എക്സാമിനറാണോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടിപ്പുമായിട്ട് ഒന്നുകൂടി ഇതിനെ ആഡ് ചെയ്യുവാണ്. ആ മുന്നിലിരിക്കുന്ന എക്സാമിനർ എങ്ങോട്ടൊക്കെ നോക്കിക്കോട്ടെ, മേ ബി ദാറ്റ് എക്സാമിനർ ഇസ് റിയലി അപ്സെറ്റ്, മേ ബി ഹീ ഈസ് ലുക്കിംഗ് അറ്റ് others or looking at the window, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, your sight would be towards his or her eyes. അവിടുന്ന് മാറാൻ പാടില്ല, എപ്പോഴും ഐ കോണ്ടാക്റ്റ് കൊടുക്കുക. ഇനി നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ ചില എല്ലാ കാര്യങ്ങളും ഈ ക്യൂ കാർഡിലാണെങ്കിലും സംഭവിച്ചതായിരിക്കില്ല. അപ്പോൾ നമ്മളത് അസ്യൂം ചെയ്യുവാണല്ലോ, അല്ലെങ്കിൽ നമ്മളത് ഇമാജിൻ ചെയ്യുവാണ്. അപ്പോൾ ഇമാജിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നടക്കാത്ത കാര്യമാണെങ്കിൽ ചില കുട്ടികൾ ഈ വോയിസ് ഗുരുവാങ്ങാണ്ടെങ്കിൽ ഈ താടിയിൽ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ചെവി ഇങ്ങനെ ചൊറിയുക. ഗേൾസ് ആണെങ്കിൽ മുടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ നെയിലിൽ ഇങ്ങനെ നഖത്തിൽ ഇങ്ങനെ വച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ഷോളോ അങ്ങനെ എന്തെങ്കിലും അവരുടെ മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും. അതിന് ഫിഡ്ജറ്റ് ചെയ്യാമെന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ പറയുന്ന കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷേ കാണുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾ അത്ര പീക്കിലാണ് നിൽക്കുന്നത്, അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിലും അങ്ങനെയൊരു കാര്യം നിങ്ങൾ അവരോട് കാണിക്കരുത്. ഒരു ലൈൻ സിഗ്നൽസ് നമ്മൾ പറയുന്നത് നുണയാണെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. ഹാവ് യു എവർ ലോസ്റ്റ് യുവർ വേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പല കുട്ടികളും പറയും, മിസ്സേ ഞാൻ എവിടെയും വഴി തെറ്റിയിട്ടില്ല, അപ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? നമ്മൾ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യമാക്കി ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷനായിട്ട് അത് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഒരു കാരണവശാലും ഞാൻ പറയുന്നത് നുണയാണ് എന്ന് ഉള്ള ഹിൻഡ് കൊടുക്കാതിരിക്കാൻ ലുക്ക് അറ്റ് ദെയർ ഐസ്. ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് ഇസ് അബൌട്ട് വൈ യു പ്രസൻറ്റ് എ ക്യൂ കാർഡ്. ഒരു ക്യൂ കാർഡ് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനകത്ത് പല കുട്ടികളും ചെയ്യുന്നൊരു തെറ്റാണ്. അത്യാവശ്യത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിന് വോയിസ് മോഡുലേഷൻ ഇല്ലാതെ നമ്മളൊരു ജസ്റ്റ് ഒരു മൊണോട്ടണസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് എ ലോങ് കാർ ജേർണി ദാറ്റ് ഐ ഹാവ് ഡൺ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു അപ്സ് ആൻഡ് ഡൗൺസും ഇല്ലാതെ ഒരു വോയിസ് മോഡുലേഷനും ഇല്ലാതെ നമ്മൾ സ്പീക്കിംഗ് ചെയ്യുമ്പോൾ ഇത് അവർക്ക് ഈസി ആയിട്ട് നമ്മളെ നോട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചു വന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് നമ്മളുടെ ഒരു നേച്ചർ ആയിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രസൻറ്റ് എ ക്യൂ കാർഡ് ടോപ്പിക് വിത്ത് അപ്സ് ആൻഡ് ഡൗൺസ്. ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ കൊടുത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ജെനുവിൻ ആണെന്നും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നതെന്നും കൊടുക്കുന്നൊരു ഇംപ്രഷനാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു മൊണോട്ടണസ് ആയിട്ട് സംസാരിക്കരുത്.
അടുത്തൊരു കാര്യമുള്ളത്, നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞ് അവിടെ നിർത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 സെൻറ്റൻസ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നോടൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, എനിക്കറിയില്ല, മേ ബി ഐ ഹാവൻ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒറ്റയടിക്ക് ഐ ഡോണ്ട് നോ എന്ന് നമ്മൾ അവരോട് റിപ്ലൈ ചെയ്യരുത്. നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്, മാം ഐ ഡോണ്ട് എക്സ്പെക്ട് ദിസ് ക്വസ്റ്റ്യൻ, ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാം. അല്ലാതെ ഒറ്റയടിക്ക് അവരുടെ മുഖത്ത് നോക്കി ഐ ഡോണ്ട് നോ ദി ആൻസർ എന്നൊരിക്കലും പറയരുത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ 2-3 ഫില്ലേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഐ അസ്യൂം ദാറ്റ് ദിസ് വുഡ് ബി റിലേറ്റഡ് വിത്ത് ദിസ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ അങ്ങനെ സിറ്റുവേഷൻ മാനേജ് ചെയ്യാം. അവർ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത് എന്നായിരിക്കാം. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. വേറൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്, ഒരു കാരണവശാലും സ്പീഡിൽ സംസാരിക്കരുത്. സ്പീഡിൽ സംസാരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ടെൻസ്ഡ് ആയിരിക്കും. ചില കുട്ടികൾ ടെൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ ഭയങ്കര സ്പീഡായിരിക്കും. ഈ സ്പീഡ് കൂടുമ്പോഴുള്ള കുഴപ്പം, നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻഡ് ആവാൻ പറ്റില്ല, നിങ്ങൾ സെൽഫ് ഓർഗനൈസ്ഡ് ആയിരിക്കില്ല. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികളും ഒറ്റയടിക്ക് അങ്ങ് ആൻസർ തുടങ്ങും. എന്നിട്ട് അത് അവിടെ വെച്ച് കിട്ടാതെ ആകുമ്പം നമ്മൾ ആ സെൻറ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പിന്നെയും നമ്മളൊരു സെൻറ്റൻസ് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ അങ്ങ് പാച്ച് വർക്ക് ചെയ്ത് ഒരു ആൻസർ അങ്ങ് അവസാനിപ്പിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ കുട്ടി നെർവസ് ആണ്. ഐദർ യു ആർ നെർവസ് ഓർ യു ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ് ടോപ്പിക്. അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഫസ്റ്റ് പാർട്ടാണെങ്കിലും ക്യൂ കാർഡ് ആണെങ്കിലും ഫോളോ അപ്പ് സെഷൻ ആണെങ്കിലും നിങ്ങൾ പറയുന്ന ഒരു സെൻറ്റൻസ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ ചോദ്യം കേൾക്കുന്ന പാടെ ആൻസർ ചെയ്യണമെന്നില്ല. ഒരൊറ്റ സെക്കൻഡ് 2-3 സെക്കൻഡ് എടുത്ത് ഒരു ബ്രീത്തൊക്കെ ചെയ്ത് നമുക്ക് സ്വസ്ഥമായിട്ട് ഞാൻ ഇങ്ങനെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം എന്ന് മനസ്സിൽ ഒരു നിമിഷമെങ്കിലും നമ്മളത് പ്രിപ്പയർ ആയിട്ട് വേണം നമ്മൾ പറഞ്ഞു തുടങ്ങാനായിട്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയും. പ്ലസ് നിങ്ങൾ റിപ്പീറ്റേഷൻ വരില്ല. നിങ്ങൾക്ക് ഒരു ലിങ്കിങ് വേർഡ് ഉപയോഗിക്കാനുള്ള ടൈം കിട്ടും. നിങ്ങളുടെ കയ്യിൽ കൺട്രോൾഡ് ആയിരിക്കും. അല്ലാതെ ഒറ്റയടിക്ക് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് പറഞ്ഞു. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് മൈ ഏർലി ടൈം ഞാൻ എപ്പോഴും പറയുമ്പോൾ എനിക്ക് സ്പീക്കിംഗ് മറ്റുള്ള മൊഡ്യൂൾസിന് എനിക്ക് നല്ല സ്കോർ കിട്ടും. സ്പീക്കിംഗ് എനിക്ക് 6ൽ വിട്ട് കൂടുതലില്ല, അങ്ങനെ നിൽക്കും. അപ്പം എന്നെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അവർക്ക് ആർക്കും എൻ്റെ പ്രോബ്ലം എനിക്ക് നോട്ട് ചെയ്ത് തരാൻ പറ്റിയില്ല. എൻ്റെ പ്രോബ്ലം ഇതാണ്, ഞാൻ സ്പീഡ് കൂട്ടും. ടെൻഷൻ വന്നാൽ ഞാൻ സ്പീഡ് കൂട്ടുമ്പോൾ എൻ്റെ കയ്യിൽ എന്ത് പറയണം, ഏത് വേർഡ് പറയണം ഒന്നുമില്ല. ഞാനിങ്ങനെ ഒരു മെസ്സപ്പാക്കി വെക്കും. ബട്ട് ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ആ ഒരൊറ്റ വ്യത്യാസം മതി. ഇംഗ്ലീഷ് തന്നെയായിരിക്കും, പക്ഷേ എൻ്റെ കയ്യിൽ കൺട്രോൾഡ് ഇല്ല. കേൾക്കുന്ന ആൾക്ക് ഒരു കൊഹസീവ്നെസ് ഇല്ല, കൊഹിഷൻ ഇല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുക. അടുത്തത്, ചില കുട്ടികൾ ഒത്തിരി സൗണ്ട് ഇല്ലാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അത് ക്വയറ്റായിട്ട് സംസാരിക്കുന്നവർ, നിങ്ങൾ ക്വയറ്റായിട്ട് അവിടെ ഒരിക്കലും സംസാരിക്കരുത്. അത്യാവശ്യം ഇനഫ് voice നിങ്ങൾക്കുണ്ടായിരിക്കണം. The main reason is a voice recorder would be placed on the table between you and the examiner, and this voice recording would be assessed by the other 2 examiners as I mentioned earlier. അപ്പോൾ ഇത് അവർക്ക് കേൾക്കണം. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇതുപോലെ മാസ്ക് വെച്ചിട്ടുണ്ട്. ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും സൗണ്ട് കൂട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കുട്ടി അത് ശ്രദ്ധിച്ചേ ഇല്ല, അത് മാറ്റിയതുമില്ല. എക്സാമിന് ചെന്നിരുന്നു. ആ എക്സാമിനർ ആ കുട്ടിയോട് ഒരു ജസ്റ്റർ കാണിച്ചു, റേസ് യുവർ വോയിസ് എന്ന്. ആ കുട്ടി അത് ചെയ്തില്ല. അവസാനം ഈ വോയിസ് റെക്കോർഡർ എടുത്ത് നീക്കി ഈ കുട്ടിയുടെ അടുത്തോട്ട് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻകൺവീനിയൻസ് നമ്മൾ അവർക്ക് കൊടുക്കരുത്. എപ്പോഴും ആവശ്യത്തിന് ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം നമ്മൾ പറയുന്നവർക്ക് കേൾക്കണം. അപ്പോൾ ഒത്തിരി സൗണ്ടിൽ നിങ്ങൾ ഒത്തിരി അത്യാവശ്യം വോയിസിൽ നിങ്ങൾ പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത്, ചില കുട്ടികൾ ഒത്തിരി സ്ലോ ആയിട്ട് സംസാരിക്കും. ചിലപ്പോൾ അത് അവരുടെ നേച്ചറായിരിക്കാം. ചിലപ്പോൾ ചിലവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് 2 മിനിറ്റല്ലേ ഉള്ളൂ ക്യൂ കാർഡ് പോർഷൻ, നിങ്ങളൊന്ന് ലാഗ് ചെയ്താലും കുഴപ്പമില്ല, ഈ 2 മിനിറ്റിൽ ഫിറ്റ് ആയാൽ മതിയെന്നും. വൺ തിങ് യു ഷുഡ് കെയർ ഇൻ യുവർ മൈൻഡ് ദാറ്റ് അവർ ട്രെയിൻഡാണ്. അപ്പം നിങ്ങൾ ഒത്തിരി സ്ലോയിൽ പറയുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും ഈ 2 മിനിറ്റ് തള്ളി നീക്കാനുള്ള അഭ്യാസമാണ് നമ്മൾ എടുക്കുന്നതെന്ന്. ഒരിക്കലും അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ നോർമൽ പോസ് അത് ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും തേർഡ് പാർട്ടിലാണെങ്കിലും ഒരേ പേസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതും ഒരു കാരണം കൂടിയുണ്ട്. നമ്മളിങ്ങനെ ചില ക്വസ്റ്റ്യന് നന്നായിട്ട് ആൻസർ പറയും, ചില ക്വസ്റ്റ്യന് ആൻസേഴ്സ് ഭയങ്കര തടഞ്ഞൊക്കെ പറയുന്ന കാണുമ്പോൾ അവർക്ക് തോന്നും ഇത് കാണാതെ പഠിച്ചു വന്ന പോർഷൻ നല്ലോണം പറയാൻ പറ്റും, പ്രിപ്പയർഡ് ചെയ്ത പോർഷൻ നല്ലോണം പറഞ്ഞു, അല്ലാത്തത് അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതും നമ്മൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ഒരേ സ്പീഡിൽ, ഒരേ സൗണ്ടിൽ, ഒരേ പേസിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം.
Next one, you should think about that this is just a test. ഇതിനകത്ത് നമ്മൾ ഒത്തിരി എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു എക്സാമിനർ എന്നെ വാച്ച് ചെയ്യുകയാണല്ലോ, അങ്ങനെയൊന്നും കരുതണ്ട. ഒരു ടെസ്റ്റ് മോഡ്, നമ്മുടെ ഒരു റോബോട്ടിക് മോഡിൽ നിന്ന് ഒരിക്കലും ഈ എക്സാം കണ്ടക്ട് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസും ചെയ്യരുത്. പല കുട്ടികളും പറയും എക്സാമിനർ എന്നെ ഒന്ന് നോക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് കാണിക്കും. ഈ അടുത്തിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായ ഒരു അനുഭവമാണ്. സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന കുട്ടിയാണ്. ആ എക്സാമിനർ നോക്കിയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ജസ്റ്റർ കാണിച്ചു. ഈ കുട്ടിയുടെ കംപ്ലീറ്റ് കോൺഫിഡൻസ് അവിടെ പോയി. ചില എക്സാമിനേഴ്സ് ഇങ്ങനെ കയ്യിൽ പെൻസിലെടുത്ത് അടിക്കും എന്ന രീതിയിലൊക്കെ പല ആക്ഷൻസ്, ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മേ ബി നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ കോൺഫിഡൻസ് ചെക്ക് ചെയ്യാനായിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്, അത് ശ്രദ്ധിക്കേ വേണ്ട. അപ്പോൾ റോബോട്ടിക് മോഡ് വേണ്ട. അതിരിക്കുന്നത് ഒരു മനുഷ്യനാണ്. നമ്മൾ അവരുമായിട്ട് ചില കാര്യങ്ങൾ സംവദിക്കുകയാണ്. അവർ നമ്മളോട് ചോദ്യം ചോദിച്ചു, നമ്മൾ അവരോട് സംസാരിക്കുന്നു. മേക്ക് എ കോൺവെർസേഷണൽ ആൻഡ് കൺസിഡർ ദി എക്സാമിനർ എസ് എ ഗ്രാൻഡ് പാരൻറ്റ്. ഒരു ഗ്രാൻഡ് പാരൻ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒത്തിരി ഫ്രണ്ട്ലിയും അല്ല, അതേസമയം നമ്മൾ കാര്യങ്ങളൊക്കെ പറയേണ്ടത് പറയുകയും ചെയ്യും. ഒത്തിരി ഫോമൽ അല്ല, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഫോമൽ ടു. അങ്ങനെ ഒരു മനസ്സായിരിക്കണം. നമ്മളെന്തോ ചോദിച്ചു, നമ്മളതിന് ഭംഗിയായിട്ട് ആൻസർ പറയുന്നു. നമ്മളുടെ ഭാഷ സഭ്യമായിരിക്കണം. ബി കൾച്ചേർഡ്, നല്ല കൾച്ചറായിട്ട് സംസാരിക്കണം. എക്സാമിനേഴ്സ് നമ്മളെ നോക്കിയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഭയങ്കര പാമ്പർ ചെയ്യിക്കുന്ന എക്സാമിനേഴ്സ് ഉണ്ട്. അങ്ങനെ പാമ്പർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് നെഞ്ചും തല്ലി വീഴരുത്. കാരണം നമ്മൾ ഒത്തിരി ഫ്രീ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച വൊക്കാബുലറി നമ്മൾ സ്കിപ്പ് ചെയ്യും, നമ്മൾ പഠിച്ച ടിപ്പുകൾ നമ്മൾ മറന്നു പോകും. നല്ല എക്സാമിനർ എനിക്ക് നല്ല മാർക്ക് ഇട്ട് തരും എന്ന് നമ്മൾ അവരെ നോക്കി മനസ്സിൽ പറയും. പുറത്തേക്ക് ഇറങ്ങി റിസൾട്ട് വരുമ്പോൾ അത്രയും നല്ല മാർക്കുണ്ടായി കണ്ടിട്ടില്ല. അതുകൊണ്ട് ദ ഫാക്ട് ദാറ്റ് യു ഷുഡ് ഹാവ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ദ മാറ്റർ ഈസ് വാട്ട് യു സ്പീക്ക്. എന്തൊക്കെ ആയിക്കോട്ടെ, ചുറ്റുമുള്ള കാര്യങ്ങൾ, എക്സാമിനർ എന്തോ ആയിക്കോട്ടെ, ടോപ്പിക് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്തോ ആയിക്കോട്ടെ, അന്നത്തെ ദിവസം നിങ്ങൾ എന്താണ് എക്സാമിനറോട് പറഞ്ഞത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാൻഡ് പാരൻ്റായിട്ട് മാത്രം കണ്ടാൽ മതി. ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്, നമ്മൾ അവരുടെ ഒരു ഇൻ്റർവ്യൂവർ എപ്പോഴും മിറർ ചെയ്യണം. അതായത് ചില എക്സാമിനേഴ്സിന് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പം അവർ നമ്മളെ നോക്കിയിട്ട് ഹലോ ഹൗ ആർ യു ഡൂയിങ്, ഹൗ യു ടുഡേ ആൻഡ് ഹൗ ഈസ് വെദർ ഔട്ട് സൈഡ് എന്നൊക്കെ ഭയങ്കര ബിൽഡപ്പിൽ തുടങ്ങും. അങ്ങനെ നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോടും പറയാം, ഓക്കെ ഐ എം ഫൈൻ, ഐ എം ഗുഡ്, ഹൗ അബൌട്ട് യു എന്നൊക്കെ ചോദിച്ച് നമുക്കത്. ചില എക്സാമിനേഴ്സിന് അങ്ങനെ ഒരു കോൺവെർസേഷൻ താല്പര്യമില്ല എങ്കിൽ ചാടി കയറി ചെന്ന് ഹൗ ആർ യു ഡൂയിങ് സർ, ഹൗ ആർ യു ഡൂയിങ് മാഡം ഒന്നും ചോദിക്കാൻ നിൽക്കരുത്. നമ്മളോട് എങ്ങനെയാണോ ഇങ്ങോട്ട് പെരുമാറുന്നത് അതേപോലെ അങ്ങോട്ട് സംസാരിക്കുക. ചില എക്സാമിനേഴ്സ് ഒത്തിരി സൗണ്ട് കുറച്ച് സംസാരിക്കുന്നവരായിരിക്കും. നമുക്കാണെങ്കിൽ വെടിക്കെട്ട് സൗണ്ടായിരിക്കും. അന്നേരം അതവിടെ ചെന്ന് കാണിക്കരുത്. മിറർ ദ ഇൻ്റർവ്യൂവർ. അയാൾ എന്താണോ നമ്മളോട് ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ കൾച്ചറായിരിക്കുക, പൊളൈറ്റായിരിക്കുക. അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാനോ അങ്ങനെ സുഖമാണോ അതൊന്നും ചോദിക്കേണ്ട. നമ്മളോട് ചോദിച്ചാൽ മാത്രം തിരിച്ച് നമ്മൾ എപ്പോഴും പെരുമാറുക. സോ മിറർ ദ ഇൻ്റർവ്യൂവർ, കൺസിഡർ ദി എക്സാമിനർ ആസ് എ ഗുഡ് ഗ്രാൻഡ് പാരൻറ്റ്. Okay, from these above mentioned tips, I believe that you got something very important to attend a speaking test. ഈ മേൽപ്പറഞ്ഞ ഒരു കൺക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ടിപ്പുകളുണ്ട്. ഇത് ജസ്റ്റ് കുറച്ച് ടിപ്സ് മാത്രമാണ്. ഇനി ഒത്തിരിയും ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാനുമുണ്ട്. ഇതെല്ലാം കൂടി എനിക്ക് കംപ്രൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യുമ്പം എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രയൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ സ്പീക്കിംഗ് വരുന്നത്. അതുമാത്രമല്ല, സ്പീക്കിങ്ങിന് പോകുന്ന ഡേ, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിന് അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ്, എക്സാം ഡേറ്റിന് മുൻപായിട്ട് ഉള്ള ദിവസങ്ങളിൽ ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യുക, അങ്ങനെയുള്ള നമ്മുടെ ബോഡി എഫക്റ്റ് ചെയ്യുന്ന ഒട്ടും തന്നെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു ഫുഡ് ഇൻഫെക്ഷൻ മതി നിങ്ങളന്നത് സ്പീക്കിംഗ് മാറാൻ, ഒരു കോൾഡ് മതി നിങ്ങൾക്ക് ആ സ്പീക്കിംഗ് നിങ്ങൾക്കന്ന് അറ്റൻഡ് ചെയ്യാൻ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. ചില കുട്ടികൾ ഒത്തിരി കൺസിസ്റ്റൻ്റ് ആയിട്ട് കഫ് ചെയ്തിട്ട് സ്പീക്കിങ്ങിന് കയറുന്നവരുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് നിർത്തി നമ്മളെ വിടും, മതി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഫിസിക്കൽ എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു 2-3 ദിവസങ്ങളിൽ നിങ്ങളൊരു ത്യാഗം ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അതുവരെ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതിലല്ല, അന്നത്തെ ദിവസം എങ്ങനെയാണ് സമയത്തിന് മുന്നേ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു 20 മിനിറ്റ്സ് മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ അതിന് മുന്നേ നമ്മൾ എത്തി, പെട്ടെന്ന് നമ്മളെ സ്പീക്കിങ്ങിന് വിളിച്ചു, അന്നേരം അയ്യോ എനിക്ക് നേരത്തെ വിളിച്ചല്ലോ, എൻ്റെ സമയം ഇപ്പോഴല്ലല്ലോ എന്ന് കരുതി പാനിക്കാവുന്ന കുട്ടികളുണ്ട്. അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ എന്തായാലും സ്പീക്കിംഗ് ചെയ്യണം, വെദർ എ ബിറ്റ് ഏർലി ഓർ ലേറ്റ്. പറയുന്ന സമയത്ത് അതിന് മുന്നേ ചെയ്താലും നിങ്ങളതങ്ങ് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇറങ്ങാം. നേരത്തെ വിളിച്ചല്ലോ എന്ന് കരുതി പാനിക്കാവുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. എക്സാമിന് പോകുന്ന സമയം നമുക്ക് ഒരു ഡിപ്പെൻഡ് ഓൺ ദ ടൈം,
യു കൺഫ്രണ്ട് എ ട്രാഫിക് ജാം. നമ്മൾ പറഞ്ഞ സമയത്തിന് ഇറങ്ങി ട്രാഫിക് ജാം വന്നു, തിരക്കായി, സമയത്തിന് എത്താൻ പറ്റിയില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സ്റ്റാർട്ട് എ ബിറ്റ് ഏർലി. അടുത്ത് കണ്ടിട്ടുള്ള ഒരു പ്രോബ്ലം ഇതാണ്. റെയിൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സ് എടുത്തിട്ട് എക്സാമിന് പോവുക. വെറ്റ് ചെയ്ത് നനഞ്ഞ് നമ്മൾ ഒരിക്കലും എക്സാമിന് കയറരുത്. അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു കാര്യമുള്ളതും തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. പാസ്പോർട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് കാലത്ത് 7 മണിക്ക് 6 മണിക്ക് അലാം വെക്കുന്നതിന് പകരം വൈകിട്ട് 6 മണിക്ക് അലാം വെച്ച് പോയ കുട്ടികളുണ്ട്. അപ്പോൾ എനിക്കിന്നത് ലേറ്റ് ആവുന്നു, പാസ്പോർട്ടിൻ്റെ കവർ കൊണ്ട് മാത്രം എക്സാമിന് പോകുന്നു, പിന്നെ അവിടെ കിടന്ന് ഭയങ്കര ടെൻഷൻ. അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് ഡേ തന്നെ എല്ലാം സെറ്റാക്കി വെക്കാൻ ശ്രമിക്കുക. സോ ഐ ബിലീവ് ദാറ്റ് ഐ ഗീവ് യു ദ ഇനഫ് ഇൻഫർമേഷൻ വാട്ട് യു നീഡ് അറ്റ് ലീസ്റ്റ് ടു അപ്പിയർ ഫോർ ദ സ്പീക്കിംഗ് ടെസ്റ്റ്.